ഞങ്ങൾക്കിപ്പോൾ 3 കോഴികൾ മാത്രമാണുള്ളത്. സീനിയർ, ട്രം, ബ്രൗണി. ഇനിയും കുറച്ചുകൂടി കോഴികൾ വളർത്തിയാൽ കൊള്ളാം എന്നുള്ളതിനാലാണ് 6 മുട്ട കൂടി വെച്ചത്. ഒന്നാം ഭാഗത്തിലെ വീഡിയോയിൽ ഡീറ്റെയിൽഡായി എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായ ഇൻക്യുബേറ്റർ തയ്യാർ ചെയ്തത് എന്ന് പറയുകയുണ്ടായല്ലോ. കൃത്യം 22-ാം ദിവസം തന്നെ ഒരു മുട്ടയുടെ പുറന്തോട് പൊട്ടി കോഴിക്കുഞ്ഞിൻ്റെ ഒച്ച കേട്ടു തുടങ്ങി. ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തനിയെ വിരിഞ്ഞിറങ്ങുന്നതാണ് നല്ലത് എന്ന് കണ്ടു. അതുകൊണ്ട് ഒരെണ്ണത്തിൻ്റെ പുറന്തോട് പൊട്ടിയതിന് ശേഷവും കാത്തുകൊണ്ടിരുന്നു. പക്ഷേ പിറ്റേ ദിവസമായിട്ടും ഒരു അനക്കമോ സൗണ്ടോ ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ അത് ശ്രദ്ധയോടുകൂടെ പൊട്ടിച്ചു. ആദ്യത്തെ ആ മുട്ട പൊട്ടിച്ചപ്പോൾ കോഴിക്കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയിരുന്നു, പക്ഷേ ജീവനില്ലാതിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ മുട്ടയുടെ കാര്യത്തിൽ ഞങ്ങളൊരു അവസരത്തിനായി കാത്തിരുന്നില്ല. മുട്ടയുടെ പുറന്തോട് പൊട്ടി കോഴിക്കുഞ്ഞിൻ്റെ കരച്ചിലും കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ പുറം കവചവും അകത്തെ കവചവും മാറ്റി. വീഡിയോയിൽ അത് ഫാസ്റ്റ് ഫോർവേഡായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് പുറന്തോടും അകത്തെ കവചവും നീക്കം ചെയ്യുന്നത് പോലെ തോന്നും. എന്നാൽ വളരെ ശ്രദ്ധയോടും സാവകാശത്തോടും കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്തത്. കാരണം അകത്തെ കവചവും കോഴിക്കുഞ്ഞിൻ്റെ പുറംതൊലിയും ഒട്ടിപ്പിടിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ അകംകവചം നീക്കം ചെയ്യുമ്പോൾ രക്തധമനികൾക്ക് പൊട്ടൽ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ രക്തം വാർന്ന് ജീവൻ അപകടത്തിലാവും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടിയേ അത് ചെയ്യാവൂ. കോഴിക്കുഞ്ഞ് തനിയെ വിരിഞ്ഞിറങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം പുറന്തോട് പൂർണ്ണമായും മാറ്റി കോഴിക്കുഞ്ഞിനെ പുറത്തെടുത്തു. കണ്ടാൽ ജീവനില്ലാത്ത രീതിയിലാണ് ആദ്യം തോന്നിയത്. എന്നാൽ ആ ബോക്സിൻ്റെ പുറത്ത് തട്ടി ശബ്ദമുണ്ടാക്കിയപ്പോൾ അതിന് അനക്കം വെച്ചു. വീണ്ടും അതിനെ ഇൻക്യുബേറ്ററിൽ തന്നെ ചൂട് കിട്ടുവാനായിട്ട് വെച്ചു.
ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ആശ വെച്ചുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് പയ്യെ എഴുന്നേൽക്കുവാൻ തുടങ്ങി. സാധാരണഗതിയിൽ കോഴിക്കുഞ്ഞുങ്ങൾ 1-2 ദിവസം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും അതിന് സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള കഴിവുണ്ട്. എന്നാൽ ഇതല്പം ബലഹീനമായി തോന്നിയതുകൊണ്ട് മുട്ടയുടെ മഞ്ഞക്കരു പകുതി വേവിച്ചത് അല്പം കൊടുത്തു. അതിനുശേഷം തിളപ്പിച്ചാറിയ വെള്ളവും അതിൽ ഗ്ലൂക്കോസ് ഡിയും കലക്കി കൊടുത്തു. അപ്പോൾ അത് വീണ്ടും ആരോഗ്യം വെച്ച് നടക്കുവാൻ തുടങ്ങി. ഇതിൻ്റെ ഒപ്പം വെച്ചതായ ബാക്കി 4 മുട്ടകളും വലിയ പുരോഗതി കാണാത്തതുകൊണ്ട് ഉപേക്ഷിക്കേണ്ടതായി വന്നു. ആദ്യം വിരിഞ്ഞ കോഴിക്കുഞ്ഞിന് ജീവനില്ലായിരുന്നു. രണ്ടാമത് വിരിഞ്ഞ കോഴിക്കുഞ്ഞ് മാത്രമാണ് ജീവനോടെ കിട്ടിയത്. വിരിഞ്ഞിറങ്ങുന്ന ഉടനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല ചൂട് ആവശ്യമാണ്. സാധാരണഗതിയിൽ അതിനെ ബ്രൂഡറിലേക്ക് മാറ്റുകയാണ് പതിവ്. എന്നാൽ ഞങ്ങൾക്ക് ആ സംവിധാനം ഇല്ലാതിരുന്നത് കൊണ്ട് ഇൻക്യുബേറ്ററിൽ തന്നെ അതിനെ 2 ദിവസം വെച്ചു. പിന്നീട് 40 വാട്ടിൻ്റെ ബൾബിന് പകരം 10 വാട്ടിൻ്റെ ബൾബ് മാറ്റിയിട്ട് അതിനെ ഇപ്പോഴും അതിൽ തന്നെ സൂക്ഷിക്കുന്നു. ഒറ്റയ്ക്ക് തൻ്റെ തന്നെ നിഴലിനോട് കൂട്ടുകൂടിയും വർത്തമാനം പറഞ്ഞും ചെറിയ നുറുക്കരി തീറ്റ തിന്നും അത് ജീവിക്കുന്നു. ഒരെണ്ണത്തെയെങ്കിലും കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ആദ്യമായാണ് ഒരു സിമ്പിൾ ഹോം മെയ്ഡ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നല്ല കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടുവാൻ പ്രയാസമാണ്. പുറമേ നിന്ന് നാം മേടിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ 95% പൂവന്മാരായിരിക്കും. ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നമുക്ക് വീട്ടിൽ തന്നെ മുട്ടകൾ വിരിയിക്കാം. ക്വാളിറ്റി കോഴികളെയും മുട്ടയും വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. അതുവഴി നമുക്കും നമ്മുടെ കുടുംബത്തിനും ഹോർമോൺ ഉള്ളതായ മാംസവും ഗുണമേന്മ ഇല്ലാത്തതുമായ മുട്ടകളും പുറത്തുനിന്ന് മേടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. നിങ്ങളും ഈ രീതി ഒന്ന് പരീക്ഷിക്കണമേ. കമൻസും അറിയിക്കുവാൻ മറക്കരുത്.